ജീവിതത്തിൽ ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന ചിന്തയിലാണോ നിങ്ങൾ? ഇതിൽ വിഷമിക്കാനൊന്നുമില്ല. വിജയത്തിനുള്ള വഴിയുണ്ട്. നിങ്ങളുടെ ഈവനിംഗ് റൂട്ടീൻ അഥവാ വൈകുന്നേരത്തെ ശീലങ്ങൾ. ഇതുവരെ നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ ശരിയാക്കിയെങ്കിലും വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം കണ്ടെത്താൻ കഴിയും. വിജയം നേടാനായി രാവിലത്തെ ശീലങ്ങൾ മാത്രം ശരിയാക്കിയാൽ മതിയാകില്ല. വൈകുന്നേരത്തെ ശീലം കൂടി ശരിയാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശരിയായ ട്രാക്കിലാകും. ജീവിത വിജയം നേടിയ പലരും അവരുടെ വൈകുന്നേരത്തെ ശീലങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മുടെ വൈകുന്നേരത്തെ സമയത്തെ ഏറ്റവും പ്രൊഡക്റ്റീവാക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണ രാവിലെ ഉണരുമ്പോൾ തൊട്ടുള്ള സമയമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ വൈകിട്ടത്തെ ശീലങ്ങൾ കൂടി ശരിയാകുമ്പോഴാണ് രാവിലത്തെ ശീലങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഫലം തരുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ദിവസം നന്നായി പ്ലാൻ ചെയ്യുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഇനി ഈ ശീലങ്ങൾ കൊണ്ടുവരാനുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, നാളെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഇക്കാര്യം നമ്മൾ രാവിലെ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇതിൽ തിരിച്ചു ചിന്തിക്കേണ്ട സമയമായി. കാര്യങ്ങൾ വൈകിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. നാളത്തേക്ക് ഒരു ചെറിയ റിഹേഴ്സൽ ചെയ്യാൻ സാധിക്കും. നാളെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് മാത്രമല്ല, നാളത്തെ മൂഡ് സെറ്റ് ചെയ്യാൻ പോലും അതുവഴി സാധിക്കും. ചില ദിവസങ്ങൾ നമ്മൾ ക്ഷീണിച്ചിട്ടായിരിക്കും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് വരുന്നത്. ദിവസം അതേപടി അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ക്ഷീണവും നമ്മൾ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ നാളത്തെക്കുറിച്ച് ഒരു പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ നമുക്ക് കഴിയും. ഒന്നുകൂടി അറേഞ്ച്ഡ് ആകും, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് വലിയ ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തതയാണ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല, നാളത്തേക്ക് മാനസികമായും തയ്യാറെടുക്കാനും കഴിയും. നാളത്തേക്ക് കൂടുതലായി എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണോ എന്നെല്ലാം ചിന്തിക്കാം. അതായത് നമ്മൾ നാളത്തേക്ക് പൂർണ്ണമായും തയ്യാറായിരിക്കുമെന്ന് ചുരുക്കം. രണ്ടാമത്തെ കാര്യം ഉറങ്ങുന്നതിന് മുൻപുള്ള വായനയാണ്. ഇത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വളരെ പോസിറ്റീവായ ചിന്തകളുള്ള, നമ്മുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് ഏറെ ഗുണകരമാണ്. രസകരമായ ജീവിതാനുഭവങ്ങൾ, വിജയരഹസ്യങ്ങൾ, ഗുരുക്കന്മാരുടെ ജീവിത ദർശനങ്ങൾ, അങ്ങനെ എന്തുമാകാം. കഴിയുന്നതും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം ഉറങ്ങുന്നതിന് മുൻപ് കാണാതിരിക്കുക. ദിവസത്തിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ പുതുതായി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ പലതും പഠിക്കുന്നു. പുതിയ അറിവ് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുരടിച്ചു നിൽക്കുന്നില്ല. നമ്മൾ പുതിയ കാര്യങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുവെന്ന ഫീലിംഗ് നമുക്കുണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുൻപുള്ള മണിക്കൂറിൽ ടെക്നോളജിയെ പൂർണ്ണമായും തള്ളി പുറത്താക്കുക. നമ്മുടെ ഫോൺ, ടാബ്, ലാപ്ടോപ്പ് എല്ലാം മാറ്റിവെക്കുക. ഇതാണ് ആ ദിവസത്തെ ഗെയിം ചേഞ്ചർ. അവ മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്ന, ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയം ഇതാണ്. നമ്മുടെ മനസ്സ് ശാന്തമാകും. വേണ്ടാത്ത ചിന്തകൾ അധികം ഉണ്ടാകില്ല. ഇന്നത്തെ രാത്രി എത്ര ശാന്തമായി നമ്മൾ ചെലവഴിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് നാളത്തെ ദിവസം വരിക. ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ശീലമായിരിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമെല്ലാം ഒരുപോലെ ഉപയോഗപ്രദമായ ശീലമാണിത്. നാലാമത്തെ കാര്യം, എഴുതുന്ന ശീലം. പണ്ടെല്ലാം ആളുകൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റർടൈൻമെൻ്റ് സാധ്യതകൾ വളരെ കുറവായിരുന്നതിനാൽ സ്വന്തം അനുഭവങ്ങൾ കുറിച്ചിടുന്നത് ഏറ്റവും ക്രിയേറ്റീവായ കാര്യമായാണ് കണ്ടിരുന്നത്. ഡയറി കുറിപ്പുകൾ പലപ്പോഴും മികച്ച പുസ്തകങ്ങളായി പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറിയതോടെ പഴയതുപോലെ ഡയറി എഴുതാൻ ഇപ്പോൾ ഒരുപക്ഷെ സമയമില്ല. കൂടുതൽ പേരും ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ്. ലോകത്ത് വ്യാപാരവും വ്യവസായങ്ങളും എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്, അവയുടെ ഉള്ളുകള്ളികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ് ദി വേൾഡ് ഓഫ് സെയിൽ. ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരും നിർബന്ധമായും ഈ പുസ്തകം വായിച്ചിരിക്കണം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റ്
ചില ലക്ഷ്യങ്ങളാകാം, അല്ലെങ്കിൽ മനസ്സിലെ ആഗ്രഹങ്ങളാകാം. ഇങ്ങനെ എഴുതുന്നതിനെ ജേണലിംഗ് എന്ന് പറയുന്നു. നമുക്ക് സാധിക്കാനുള്ള ലക്ഷ്യങ്ങൾ ഇവയെല്ലാം എഴുതി പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യം അത് മനസ്സിൽ കണ്ട ശേഷം എഴുതുന്നതാണ് ജേണലിംഗ്. ആ ആഗ്രഹം നടന്നതായി മനസ്സിൽ കാണുക, ശേഷം അത് എഴുതുക, പിന്നീട് അത് പ്രപഞ്ചത്തിലേക്ക് നൽകുക. ഇതാണ് ജേണലിംഗ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ എഴുതാം. ഇത് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരും. ആ ദിവസത്തെ സംഭവിച്ച നല്ല കാര്യങ്ങൾ എഴുതാം. ഏറ്റവും നല്ല നിമിഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളും എഴുതി മനസ്സിന്റെ ഭാരം കുറയ്ക്കാം. അഞ്ചാമത്തേത് നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ്. നാളെ എന്ത് വസ്ത്രം ധരിക്കണമെന്നതാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കാത്ത ആ കാര്യം. എന്നാൽ വിജയികളുടെ ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് നാളത്തെ പ്രധാന മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രധാന മീറ്റിംഗ് അല്ലെങ്കിൽ പോലും നാളത്തെ കാര്യങ്ങളും അതനുസരിച്ച് ധരിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്യാൻ കഴിയും. പലപ്പോഴും രാവിലത്തെ ഓട്ടപ്പാച്ചിലിൽ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. എന്നാൽ തലേ ദിവസം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുകയാണെങ്കിൽ രാവിലെ സമയം ലാഭിക്കാം. ആറാമതായി നമ്മൾ പ്രിയപ്പെട്ടവർക്കായി മാറ്റിവെക്കുന്ന സമയമാണ്. ഒരു ദിവസത്തെ ജീവിത പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖല കൂടിയാണിത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന കാര്യം കൂടിയാവുന്നു. പ്രശ്നങ്ങളുണ്ടായി വഷളാകുന്നതിന് കാത്തിരിക്കാതെ തുടക്കം മുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ തോണി ഉലയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല, പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയം നമുക്ക് വേണ്ട ഊർജം നൽകുന്ന സമയവുമായിരിക്കും. ഏഴാമത്തെ കാര്യം, വൈകുന്നേരത്തെ ശാന്തമായ സമയം. ഈ സമയം പ്രാർത്ഥന, മെഡിറ്റേഷൻ എന്നിവയ്ക്കായി ഉപയോഗപ്പെടുത്താം. ഇനി ഈ ശീലങ്ങളില്ലാത്തവർക്ക് മനസ്സിനെ ശല്യപ്പെടുത്താതെ ശാന്തമാക്കി വയ്ക്കാം. മനസ്സിനിഷ്ടമുള്ളത് ചിന്തിക്കാനുള്ള സമയമല്ല, മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള സമയമായിരിക്കണം അത്. ശീലമുണ്ടെങ്കിൽ ഒരു നോ തോട്ട് സോണിൽ കഴിയാം. അതായത് കൂടുതൽ ചിന്തകൾ കടന്നു വരാതെ മനസ്സിനെ ശ്രദ്ധിക്കുന്ന സമയം. അതുമല്ലെങ്കിൽ അഫർമേഷനായി ഉപയോഗപ്പെടുത്താം. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളാണ് അഫർമേഷൻ. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ വെൽത്തിയാണ് എന്നൊക്കെ. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വളരെ പോസിറ്റീവാക്കി വയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ഇക്കാര്യങ്ങൾ പതിയെ യാഥാർത്ഥ്യമായി മാറുന്നു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ നൽകുന്ന കമാൻഡുകളാണ് ഇത്. ഇനി മെഡിറ്റേഷൻ ആണെങ്കിൽ മനസ്സിനാവശ്യമായ ഫോക്കസ് അഥവാ ഏകാഗ്രതയോടെ ഇരിക്കാൻ അത് സഹായിക്കും. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിനെ പ്രൊഡക്റ്റീവാക്കി വയ്ക്കാൻ സഹായിക്കുന്നവയാണ്. നാളത്തെ ദിവസത്തെ നേരിടാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതിനാൽ ഇക്കാര്യങ്ങൾ ഇപ്പോഴത്തേക്ക് മാത്രമല്ല, നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണ്ട എനർജി തരുകയാണ്. ഇനി എട്ടാമത്തെ കാര്യം, ശ്വാസം. ശരിയായി ശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല ഊർജം നൽകും. പ്രത്യേകിച്ച് ആഴമുള്ള ശ്വസനം. 4 സെക്കൻഡ് ആഴത്തിൽ ശ്വാസമെടുക്കുക. 8 സെക്കൻഡിന് ശേഷം അതിലേറെ സമയമെടുത്ത് ശ്വാസം വിടുക. പ്രാണായാമത്തിൻ്റെ വളരെ ലൈറ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. മുഴുവൻ ശരീരത്തിൻ്റെയും സ്ട്രെസ് മാറ്റാൻ ഇതിലൂടെ സാധിക്കും. ശരീരവും മനസ്സും വളരെ ലൈറ്റായി മാറുന്നു. മനസ്സ് ഏകാഗ്രമാക്കാൻ സഹായിക്കുന്നു. നല്ല ഊർജം നിറഞ്ഞ പ്രഭാതത്തിലേക്ക് നമ്മളെ തയ്യാറാക്കാൻ സഹായിക്കുന്ന ശീലമാണിത്. 9ാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പ്രകാശിപ്പിക്കുന്ന ശീലം. വൈകുന്നേരത്തെ ശീലങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒന്നാണിത്. നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നേരത്തെ തന്നെ നന്ദി പറയുക. അങ്ങനെ പറയുമ്പോൾ ഈ പ്രകൃതിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ കൂടുതൽ എളുപ്പമാകുന്നു. അതാണ് നന്ദി പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം. അവസാനത്തെയും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യം, നമ്മുടെ മുതിർന്നവർ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം തന്നെ, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കാനുള്ള ശീലം. പുതിയ കാലഘട്ടത്തിൽ ഇക്കാര്യത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഇക്കാര്യം അനിവാര്യമാണ്. നല്ല ആരോഗ്യത്തിന് 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. മറ്റൊന്ന്, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ലഘുവായ ഭക്ഷണം. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം വൈകുകയും ഉറക്കം സുഖകരമാവാതെ പോവുകയും ചെയ്യുന്നു. ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ശീലങ്ങൾ പൂർണ്ണമാകുന്നു.
വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ ശീലങ്ങൾ. വിജയിച്ചവരുടെ അനുഭവങ്ങൾ ഇത് ശരിവയ്ക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്കും ജീവിത വിജയത്തിനും കാരണമാവട്ടെ.